ഹൃദയം എനിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, എൻ്റെ സന്തോഷങ്ങളെയും എൻ്റെ ദുഃഖങ്ങളെയും എൻ്റെ ആകുലതകളെയും എൻ്റെ അസ്വസ്ഥതകളെയും ഒക്കെ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു ഈശോയുടെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ഈ സമയം ആയിരിക്കുക. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരിക്കൽ കൂടി ഈശോയുടെ ഒരു സ്വരം നമുക്ക് കേൾക്കാം. അധ്വാനിക്കുന്നവരും ഭാരവഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ഒരു ആശ്വാസവാക്ക് കേൾക്കുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ സ്നേഹങ്ങളെല്ലാം ഒരു പരിധി വരെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനും സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഈശോയുടെ സ്നേഹം ഈ സ്നേഹത്തെ എല്ലാം അതിശയിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിലംഘിക്കുന്നതാണ്. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടും ആത്മാവിൽ നിരുപമ. ഈശോയുടെ ഹൃദയത്തിന്റെ തിരുനാൾ സ്മരിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വിദ്യാലയത്തെയും ഈ വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുമായ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. യേശു സ്നേഹത്തിന്റെ മഹത്വം നമ്മെ മനസ്സിലാക്കി തന്ന, നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച അച്ഛന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ഇനിയും കൂടുതൽ കൂടുതൽ നന്മകളാലും കൃപകളാലും ഞങ്ങളുടെ വിദ്യാലയം നിറഞ്ഞു കവിയുന്നതിനായി അച്ഛൻ്റെ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അച്ഛന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക് യു ഫോർ